നമ്മുടെ മോട്ടിവോ 3 2025 യുക്തിവാദോത്സവത്തിൻ്റെ പ്രധാന ഒരു പരിപാടിയായ സംവാദ പരിപാടിയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മൾ വിചാരിച്ചതിൽ നിന്നും വ്യത്യസ്തമായി സമയം അല്പം വൈകിപ്പോയി എന്നുള്ളതുകൊണ്ട് നേരിട്ട് കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. സംവാദത്തിൻ്റെ വിഷയം എന്നത് മോഡേൺ മെഡിസിനും ഇതര ചികിത്സകളും എന്നതാണ്. വിഷയം അവതരിപ്പിക്കുന്നത് ഡോക്ടർ KP മോഹനാണ്. അദ്ദേഹം കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും ആരോഗ്യവകുപ്പിലും സേവനമനുഷ്ഠിച്ച് അതിനുശേഷം കോഴിക്കോട് സ്വന്തമായി ചികിത്സാ ക്ലിനിക്ക് നടത്തുകയാണ്. നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ശാസ്ത്രപ്രചാരകരാണ്. കപടശാസ്ത്രങ്ങൾക്കെതിരായ കപട ചികിത്സകൾക്കെതിരായ പ്രചരണ രംഗത്ത് വളരെ സജീവമായി നിലനിൽക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായി നിലനിൽക്കുന്ന ഒരു പ്രമുഖ വ്യക്തിയാണ്. 2004 ഇദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥം രോഗം ചികിത്സ കച്ചവടം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏറെ ചർച്ചയായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. അതോടൊപ്പം കൗമുദിയിലും മാതൃഭൂമിയിലും നിരവധി ലേഖനങ്ങൾ ചികിത്സ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 ലേഖനങ്ങളാണ് ആയുർവേദം ശാസ്ത്രമല്ല, അഷ്ടാംഗഹൃദയം മതശാസനം എന്ന ലേഖനങ്ങൾ. ഇദ്ദേഹവുമായി സംവാദത്തിന് നമുക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുള്ള മറ്റൊരു സമാന്തര ചികിത്സാ രംഗത്തെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി. അദ്ദേഹം പ്രകൃതി ചികിത്സയെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിയെ ഒരുപക്ഷെ എല്ലാവരും തന്നെ കേട്ടിരിക്കും. അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടത് അല്ലെങ്കിൽ വിവാദമായത് എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം വാക്സിനുമായി ബന്ധപ്പെട്ട വാക്സിൻ വിരുദ്ധത പ്രചരിപ്പിക്കുന്നതിൽ ഒരു പ്രധാന വ്യക്തിയായിരുന്നു. അതിൻ്റെ ശരിതെറ്റുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റേതായ ന്യായവാദങ്ങളുണ്ട്. അദ്ദേഹം അത് ഇവിടെ അവതരിപ്പിക്കും. നമുക്ക് കേൾക്കാവുന്ന പ്രതീക്ഷിക്കുന്നു. ഇത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. അതുപോലെ ഗാന്ധിയനാണ്. മോഡേൺ മെഡിസിൻ്റെ ഒരു പ്രധാന വിമർശകരുമാണ്. അപ്പോൾ ഈ നേരിട്ട് സംവാദത്തിലേക്ക് കിടക്കുകയാണ്. സംവാദത്തിൻ്റെ ഒരു സ്വഭാവം ഞാനിവിടെ വ്യക്തമാക്കാം. അതായത് നമ്മൾ ആകെ 90 മിനിറ്റ്, അതായത് 1.5 മണിക്കൂർ ദൈർഘ്യമാണ് ഈ സംവാദത്തിന് വേണ്ടിയിട്ട് നമ്മൾ അനുവദിച്ചിട്ടുള്ളത്. 2 പേർക്കും തുല്യമായ സമയക്രമമാണ്. സമയക്രമം വളരെ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. അതിൽ ആദ്യത്തെ 25 മിനിറ്റ് ഡോക്ടർ KP മോഹനൻ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കും. അതിനുശേഷം ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി അദ്ദേഹത്തിൻ്റെ ഭാഗം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് 25 മിനിറ്റ്. അതിനുശേഷം 10 മിനിറ്റ് വീതം 2 പേർക്കും. ആദ്യം KP മോഹനൻ, രണ്ടാമത് ജേക്കബ് വടക്കഞ്ചേരി. പിന്നീടുള്ള 20 മിനിറ്റ് പ്രേക്ഷകർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. അപ്പോൾ ചോദ്യങ്ങൾ പരമാവധി എഴുതി നൽകുക. എഴുതി നൽകിയതിന് ശേഷം ഈ സമയക്രമത്തിനകത്ത് നിന്നുകൊണ്ട് സെലക്റ്റീവായ ചോദ്യങ്ങൾക്ക് 2 പേരും മറുപടി പറയുന്നതായിരിക്കും. അതിനാകെ അനുവദിച്ചിട്ടുള്ളത് 20 മിനിറ്റാണ്. ആദ്യം ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി മറുപടി പറയും. അതിനുശേഷം ചോദ്യങ്ങൾക്ക്. അതിനുശേഷം ഡോക്ടർ KP മോഹൻ. ഇതാണ് സംവാദത്തിൻ്റെ ഒരു ഘടന. അപ്പോൾ നമ്മുടെ വിഷയം അവതരിപ്പിക്കുന്നതിനായിട്ട് ഡോക്ടർ KP മോഹനെ ക്ഷണിക്കുന്നു. വെരി ഗുഡ് ഈവനിങ്. ഞാൻ ഇവിടെ നിൽക്കുന്നത് മോഡേൺ മെഡിക്കൽ സയൻസിൻ്റെ ഒരു ഡോക്ടർ എന്ന നിലയിലല്ല, സത്യത്തെ, ശാസ്ത്രത്തെ, രോഗികളുടെ ആരോഗ്യത്തെ, അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ്. ആധുനിക വൈദ്യശാസ്ത്രം അഥവാ മോഡേൺ മെഡിസിൻ ഗസ് ചെയ്യാറില്ല, ടെസ്റ്റാണ് ചെയ്യാറുള്ളത്.
മോഡേൺ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ അടിത്തറയിലല്ല, തെളിവുകളുടെ അടിത്തറയിലാണ് കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. നിരന്തര പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ടെസ്റ്റ് ചെയ്ത് ആവർത്തിച്ച് തെളിയിക്കാവുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ, കൃത്യമായ ഫീൽഡ് സ്റ്റഡികളുടെ അടിസ്ഥാനത്തിൽ, ഫേസ് ട്രയലുകളുടെ അടിസ്ഥാനത്തിൽ, അതുപോലെ പിയർ റിവ്യൂ, അതുപോലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അറിയപ്പെടുന്ന, തിരിച്ചറിയപ്പെടുന്ന സത്യത്തിൻ്റെ അടിത്തറയിൽ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരു സത്യാന്വേഷണ സിസ്റ്റമാണ് സയൻസ് എന്ന് പറയുന്നത്. ഇതാണ് സയൻസും സ്യൂഡോ സയൻസും തമ്മിലുള്ള വ്യത്യാസം. സയൻസ് നിരന്തരം പുതുക്കുകയും ടെസ്റ്റ് ചെയ്ത് പുതിയതിനെ ആഗിരണം ചെയ്യുകയും മുൻവിധികളില്ലാതെ പഴയതിനെ തള്ളുകയും ചെയ്യുന്നു. ഇത് പരിപൂർണമായിട്ടും സത്യമാണ് അല്ലെങ്കിൽ പരിപൂർണ ശരിയാണ് എന്ന് ശാസ്ത്രം അഥവാ സയൻസ് ഒരിക്കലും അവകാശപ്പെടാറില്ല. കാരണം ശാസ്ത്രം സത്യത്തിൽ നിന്നും കൂടുതൽ വലിയ സത്യത്തിലേക്കും അതിലും വലിയ സത്യത്തിലേക്കും പുരോഗമിച്ചുകൊണ്ടേയിരിക്കും. സ്വയം തിരുത്തിയും സ്വയം വളർന്നും അത് ആത്യന്തിക സത്യത്തെ അല്ലെങ്കിൽ കൂടുതൽ വലിയ സത്യത്തെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരിക്കും. മെഡിക്കൽ സയൻസിൽ ഞങ്ങൾക്ക് തെറ്റിയാൽ ഞങ്ങൾ അവിടെ നിർത്തും. ആ കാര്യം ജനങ്ങളെ അറിയിക്കും. പിന്നീട് അതിനേക്കാൾ നല്ല സത്യത്തെ അല്ലെങ്കിൽ നല്ല ചികിത്സയെ, നല്ല ഔഷധത്തെ കണ്ടെത്തും. മരുന്നുകൾ നിരന്തരമായി പുതുക്കപ്പെടുകയും ഏറ്റവും പുതിയത് കണ്ടെത്തുകയും ചെയ്യും. നമുക്കറിയാം, ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാ ജനങ്ങളുടെയും പോക്കറ്റിൽ സ്മാർട്ട് ഫോൺ കാണും. കുറച്ച് 10-15 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് സ്മാർട്ട് ഫോണിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. അതിനു മുമ്പ് നോക്കിയയുടെ കുത്തുന്ന ഫോണായിരുന്നു, അതിനു മുമ്പ് കറക്കി കുത്തുന്ന ഫോണായിരുന്നു, അതിനു മുമ്പ് അഞ്ചലോട്ടക്കാരനും തപ്പാലും ടെലിഗ്രാമും ടെലിഫോണും എല്ലാമായിരുന്നു. ഈ വിശ്വാസങ്ങൾ അത് തുടങ്ങിയ കാലത്ത് സന്ദേശം അയച്ചിരുന്നത് പ്രാവിൻ്റെ മേലെയോ അല്ലെങ്കിൽ മേഘസന്ദേശം പോലെ ഭാവനാസൃഷ്ടമായിട്ടോ എല്ലാമായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് സയൻസിൻ്റെ പക്കൽ സ്മാർട്ട് ഫോൺ ഉണ്ട്, എന്തുകൊണ്ട് ഞങ്ങൾക്കൊരു 15-25 വർഷം മുമ്പ് അത് കിട്ടിയില്ല എന്ന് നമ്മൾ പറയാറില്ല. കാരണം ശാസ്ത്രം അതാണ് സയൻസ്. എന്നാൽ വിശ്വാസങ്ങളാവട്ടെ അത് പിറവിയെടുത്ത ആ കാലഘട്ടത്തിൽ തന്നെ ഘനീഭവിച്ച് നിൽക്കുന്നതാണ്. ഇവിടെയാണ് ശാസ്ത്രവും കപടശാസ്ത്രവും തമ്മിൽ വ്യത്യസ്തമാകുന്നത്. കപട ചികിത്സകൾ അവർക്ക് തെറ്റുപറ്റിയാൽ കുറ്റം രോഗിയുടേതാണ്, അല്ലെങ്കിൽ രോഗിയുടെ ചികിത്സയിലെ പിഴവ് മൂലമാണ്, രോഗിയുടെ ആഹാരത്തിലെ പിഴവ് മൂലമാണ്, അല്ലെങ്കിൽ രോഗിയുടെ അരി ഒടുങ്ങി അയാളുടെ പ്രാണക്ഷയം സാധിച്ചു എന്നാണ് അവർ സ്വയം സമാധാനിപ്പിക്കുകയും രോഗികളെയും ബന്ധുക്കളെയും സമാധാനിപ്പിക്കുകയും ചെയ്യുന്നത്. വൈദ്യശാസ്ത്ര ചരിത്രത്തിൻ്റെ കാര്യമെടുത്താൽ ചരിത്രത്തിന് അതീതമായി തന്നെ, ചരിത്രാതീത കാലം മുമ്പ് തന്നെ മനുഷ്യൻ ചികിത്സ തുടങ്ങിയിരുന്നു എന്നതിൻ്റെ തെളിവുകളുണ്ട്. കാരണം 50,000 മുതൽ 12,000 വർഷം മുമ്പ് വരെ മനുഷ്യവാസം സംഭവിച്ചിരുന്ന, മനുഷ്യൻ്റെ ഗുഹാമനുഷ്യർ താമസിച്ചിരുന്ന ഗുഹകളിൽ നിന്നും ചില പച്ചമരുന്നുകളുടെയും അതുപോലെ മറ്റു ചില ചികിത്സകളുടെയും തെളിവുകൾ, ചരിത്ര ശേഷിപ്പുകൾ, പുരാവസ്തു ശേഖരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം ഇതൊരു യാരോ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു സസ്യമാണ്, ഗുഹാമനുഷ്യൻ ചികിത്സയ്ക്കായി ഉപയോഗിച്ചിരുന്ന സസ്യമാണ്. ഇതിൻ്റെ ഇതുപോലുള്ള ചെടികൾ ഈ 50,000-10,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ചികിത്സയ്ക്കായി ഉപയോഗിച്ചിരുന്ന ഇത്തരം സസ്യങ്ങളും സസ്യഭാഗങ്ങളുമെല്ലാം ഇന്നും മനുഷ്യൻ ഉപയോഗിക്കൂ എന്ന് പറയുന്നത് അത്ഭുതാവഹമാണ്. അത്ഭുതാവഹം മാത്രമല്ല,
അതൊരു മനുഷ്യരാശിയെ ബാധിച്ചിരിക്കുന്ന ദുരന്തം കൂടിയാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കും. കാരണം ശാസ്ത്രം എത്ര ഗതിവേഗത്തിൽ മുന്നോട്ട് കുതിച്ചാലും മനുഷ്യൻ്റെ ആ വിശ്വാസം അത് അവൻ്റെ ആ പൂർവിക ആ പ്രിമിറ്റീവ് അവസ്ഥയിൽ അവനെ കെട്ടിയിടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പഴയകാലത്തെ ഈ വിശ്വാസ ചികിത്സകൾ പലപ്പോഴും ചെയ്തിരുന്നത് മതപുരോഹിതരോ മന്ത്രവാദികളോ ആയിരുന്നു. അത്തരം ചികിത്സിക്കുന്ന വൈദ്യന്മാരായ മന്ത്രവാദികളെ ഷാമനുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രോഗം വിശ്വാസ ചികിത്സകളുടെ അടിസ്ഥാനം ആയ രോഗകാരണം ദൈവകോപം, അല്ലെങ്കിൽ സർപ്പകോപം, അല്ലെങ്കിൽ ഭൂതപ്രേത പിശാചുബാധ എന്നെല്ലാമുള്ള സങ്കല്പങ്ങളായിരുന്നു. ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു ഷാമൻ എന്ന മന്ത്രവാദി ചികിത്സകൻ ഒരു കുട്ടിയെ ബാധിച്ചിരിക്കുന്ന രോഗകാരണമായ ഭൂതത്തെ പുറത്താക്കുന്നതിനുള്ള ആവാഹന പ്രക്രിയ ചെയ്യുന്ന അതിൻ്റെ ഒരു ചിത്രമാണ്. വൈദ്യശാസ്ത്ര ചരിത്രം എന്നത് മാനവ സംസ്കാരത്തിൻ്റെ ചരിത്രം തന്നെയാണ് എന്ന് പറഞ്ഞത് ഹെൻറി സീജറി എന്ന വൈദ്യശാസ്ത്ര ചരിത്രകാരനാണ്. വൈദ്യശാസ്ത്ര ചരിത്രം രേഖപ്പെടുത്ത ചരിത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ BC 3500 മുതൽ AD 500 വരെ കാലത്ത് നീണ്ടു നിൽക്കുന്ന അതിനെയാണ് നമ്മൾ പ്രിമിറ്റീവ് മെഡിസിൻ അഥവാ പ്രാചീന വൈദ്യം എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ പ്രിമിറ്റീവ് വൈദ്യങ്ങളും സർവ പ്രാചീന സംസ്കാരങ്ങളും ലോകത്ത് നിലനിന്നിരുന്ന എല്ലാ നദീതട സംസ്കാരങ്ങളിലും അവരുടേതായ ചികിത്സാ രീതികൾക്ക് രൂപം കൊടുത്തിരുന്നു. എന്നാൽ ഈ ചികിത്സാ രീതികളെല്ലാം തമ്മിൽ സമാനമായ അന്തർധാരകളുണ്ട്. കാരണം എല്ലാ ചികിത്സാ രീതികളും രോഗകാരണം ദൈവത്തിൻ്റെ കോപമായിട്ടോ അല്ലെങ്കിൽ ശാപമായിട്ടോ അല്ലെങ്കിൽ പ്രകൃതിയിലുണ്ടാവുന്ന മാറ്റങ്ങൾ മൂലമോ അല്ലെങ്കിൽ മനുഷ്യപ്രകൃതിയിലുണ്ടാവുന്ന ആ പ്രഭാവത്തിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിലുണ്ടാവുന്ന ദ്രവങ്ങളുടെ ചില സാങ്കല്പിക ദ്രവങ്ങളുടെ ബാലൻസിലുണ്ടാവുന്ന തകരാറ് മൂലമോ ആണ് എന്നാണ് സങ്കല്പനം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത സംസ്കാരങ്ങൾ പ്രത്യക്ഷത്തിൽ വ്യത്യസ്തമായ പലതരം ചികിത്സാ രീതികൾക്കും രൂപം കൊടുത്തു. 3500 BC നിലനിന്നിരുന്ന മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ ചികിത്സയാണ് മെസപ്പൊട്ടേമിയൻ വൈദ്യം. അവർ ചികിത്സകരായിട്ട് മതപുരോഹിതർ തന്നെയായിരുന്നു വൈദ്യന്മാരായി ഉണ്ടായിരുന്നത്. അസു, ബാരു, അഷിപ്പു തുടങ്ങിയ പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത്. അവരും മത അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ ബാധ ഒഴിപ്പിക്കൽ പോലുള്ള കർമ്മങ്ങളോ അതുപോലെ ചില ഹെർബുകൾ, ചില പച്ച സസ്യങ്ങളുടെ നീരുകൾ, വേരുകൾ മുതലായവയൊക്കെ ആയിരുന്നു ഔഷധമായി രോഗികൾക്ക് നൽകിയിരുന്നത്. സുമേരിയൻ സംസ്കാരത്തിൻ്റെ ചികിത്സാ രീതിയാണ് 3000 BC അതിന് തുടക്കം കുറിച്ചത്. അതുപോലെ ബാബിലോണിയൻ സംസ്കാരത്തിൻ്റെ ഭാഗമായി ബാബിലോണിയൻ വൈദ്യം നിലനിന്നു. അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം ഇന്ന് ലഭ്യമായിട്ടുണ്ട്. ബാബിലോണിയൻ ഡയഗ്നോസ്റ്റിക് ഹാൻഡ് ബുക്ക് എന്നൊരു പുസ്തകത്തിൻ്റെ ആ ഗ്രന്ഥത്തിൻ്റെ രേഖകൾ, അതിൻ്റെ ചരിത്രശേഷിപ്പുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ വൈദ്യം ആണ് ഈജിപ്ഷ്യൻ വൈദ്യം. അത് വളരെയേറെ കാലം നിലനിന്ന ഒരു ചികിത്സാ രീതിയാണ്. 3150 മുതൽ 585 BC വരെ ഈ ചികിത്സാ രീതി നിലനിന്നിരുന്നു. കാരണം 550 AD അലക്സാണ്ടർ ഈജിപ്തിനെ കീഴ്പ്പെടുത്തുന്നതുവരെ ഈജിപ്ഷ്യൻ വൈദ്യം അവിടെ നിലനിന്നിരുന്നു. പിന്നീട് ആ വൈദ്യ ചികിത്സാ രീതിയും അവരുടെ സംസ്കാരവും അസ്തമിക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ ചില ചികിത്സാ രേഖകൾ കാഹുൻ ഗൈനക്കോളജിക്കൽ പാപ്പിറസ്, എബേഴ്സ് പാപ്പിറസ്, ഗ്രീക്ക് മാജിക്കൽ പാപ്പിറസ് തുടങ്ങിയ ചികിത്സാ രേഖകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഒരു പാരമ്പര്യ ചികിത്സാ രീതിയാണ് ചൈനീസ് വൈദ്യം അഥവാ ട്രഡീഷണൽ
ചൈനീസ് മെഡിസിൻ. ഈ ടാവോയിസ്റ്റ് ഫിസീഷ്യൻസാണ് ഈ ചികിത്സ നടത്തിയിരുന്നത്. സൗ ഡൈനാസ്റ്റിയുടെ രാജവംശത്തിൻ്റെ കീഴിലാണ് ഈ ചികിത്സാ രീതി ചൈനയിൽ വ്യാപകമായത്. ഏകദേശം 3000 BC അടുത്താണ് ഈ ചികിത്സാ രീതി ചൈനയിൽ പ്രചാരം സംഭവിക്കുന്നത്. അവരുടെ സങ്കല്പമനുസരിച്ച് മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഒരു യിൻ എന്ന ഒരു നെഗറ്റീവ് സ്ത്രീ മൂലതത്വം, അതുപോലെ നെഗറ്റീവ് സ്ത്രീ പ്രഭാവവും പോസിറ്റീവ് പുരുഷ പ്രഭാവവും, യാങ് എന്ന് പറയുന്ന പോസിറ്റീവ് പുരുഷ പ്രഭാവവും തമ്മിലുള്ള ബാലൻസാണ് ആരോഗ്യം എന്നാണ് അവർ സങ്കല്പനം ചെയ്തിരുന്നത്. ഈ ബാലൻസിലുണ്ടാവുന്ന വ്യതിയാനമാണ്, തകരാറുകളാണ് രോഗമായിട്ട് മാറുന്നത് എന്നാണ് ചൈനീസ് വൈദ്യത്തിൻ്റെ അടിസ്ഥാന തത്വം. അവരും ഹെർബുകളും അതുപോലെ അക്യൂപങ്ക്ചർ എന്ന ചികിത്സാ രീതി ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ്റെ ഭാഗമായി രൂപം കൊടുത്തിട്ടുള്ളതാണ്. അക്യൂപങ്ക്ചർ, അതുപോലെ ഹൈഡ്രോതെറാപ്പി, അതുപോലുള്ള ചില സസ്യഭാഗങ്ങൾക്കൊപ്പം തന്നെ പല മൃഗങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും ശരീരഭാഗങ്ങൾ, പല്ലും നഖവും എല്ലുമെല്ലാം ഔഷധമായി ചൈനീസ് വൈദ്യം സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ പല മിനറലുകളും ഹെവി മെറ്റലുകളുമെല്ലാം ചൈനീസ് വൈദ്യത്തിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ പരിണതിയാണ് ഈ ചൈനീസ് വിശ്വാസത്തിൻ്റെയും അവരുടെ ഭക്ഷണശീലത്തിൻ്റെയും പരിണതിയായിട്ടാണ് ആധുനിക മനുഷ്യൻ പോലും പല മൃഗജന്യ രോഗങ്ങൾക്കും വിധേയരാകുന്നത്. നമുക്കറിയാം, നിപ്പയും സാർസും കോവിഡുമെല്ലാം ഉടലെടുത്തത് ചൈനീസ് സംസ്കാരത്തിൻ്റെ, അവരുടെ ഭക്ഷണ രീതിയുടെയും അവരുടെ ചികിത്സാ രീതിയുടെയും ഭാഗമാണ് ആയിട്ടാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യമാണ്. പല ഹെവി മെറ്റലുകളും ടോക്സിക് മിനറലുകളെല്ലാം യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ശരീരത്തെ ഇഞ്ചിഞ്ചായിട്ട് തകർക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇതോടൊപ്പം തന്നെ ചൈനീസ് ട്രഡീഷണൽ മെഡിസിൻ്റെ മറ്റൊരു അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടുള്ളത്, കാരണം ഈ സൂണോസിസ്, മൃഗജന്യ രോഗങ്ങൾ, അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ എൻഡേഞ്ചർമെൻറ്റ്, വന്യമൃഗങ്ങളെ വംശനാശത്തിന് പോലും ഈ വൈദ്യം വംശനാശത്തിലേക്ക്, പല മൃഗങ്ങളുടെയും വംശനാശത്തിലേക്ക് ചൈനീസ് വൈദ്യം നയിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് ഈ പോച്ചേഴ്സ്, വന്യമൃഗങ്ങളെ വേട്ടയാടുന്നവരെല്ലാം പുലിനഖവും പല്ലും അതുപോലെ തന്നെ മൃഗങ്ങളുടെ കൊമ്പ്, കൃഷ്ണമൃഗത്തിൻ്റെ എല്ലാം കൊമ്പുകളെല്ലാം കയറ്റിക്കൊണ്ടുപോയി മൃഗക്കടത്തും മനുഷ്യക്കടത്തും എല്ലാം നടത്തിയിട്ടുള്ള ചൈനയിലേക്ക് അതിർത്തികൾ കടത്തിക്കൊണ്ടുപോകുന്നത് ചൈനീസ് വൈദ്യത്തിൻ്റെ വഴിക്കാണ്, അതിൻ്റെ ആവശ്യങ്ങൾക്കാണ്. അത് പല മൃഗങ്ങളുടെയും വംശനാശത്തിന് പോലും ഇടയാക്കിയിട്ടുണ്ട്. ഇതിന് സമാനമായ ചികിത്സാ രീതികൾ നമ്മുടെ സ്വന്തം ഭാരത ചികിത്സയായ ആയുർവേദത്തിലുമുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് കടക്കാം. പിന്നീട് 2007 നേച്ചർ എന്ന ശാസ്ത്രമാസിക വളരെ വിശദമായി തന്നെ ചൈനീസ് മെഡിസിനെ വ്യാപകമായി പഠിക്കുകയുണ്ടായി. അതിനുശേഷം ചൈനീസ് വൈദ്യത്തിൽ ശാസ്ത്രീയമായിട്ടുള്ളതോ ഫലപ്രദമായിട്ടുള്ളതോ ഒന്നും തന്നെ ഇല്ല എന്ന് അടിവരയിട്ടുകൊണ്ട് അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. മാത്രമല്ല, അതിനുശേഷം 2008 സയൻറ്റിഫിക് റിവ്യൂ നടത്തുകയും ആ റിവ്യൂവിലും ഇതേ സത്യം തന്നെ ആവർത്തിക്കുകയും ചെയ്തു. 800 BC ആരംഭിച്ച മറ്റൊരു പ്രമുഖ ചികിത്സാ രീതിയാണ് ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന പ്രാചീന ഗ്രീക്ക് വൈദ്യം. ഈ ഗ്രീക്ക് വൈദ്യത്തിൻ്റെ ഒരു വിഖ്യാത വൈദ്യനാണ്, അല്ലെങ്കിൽ ചികിത്സകനാണ് നമുക്കറിയാവുന്ന ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്, അദ്ദേഹം രോഗകാരണങ്ങളെയും ചികിത്സയെയും മതവിശ്വാസത്തിൽ നിന്നും ദൈവവിശ്വാസത്തിൽ നിന്നും വേർപ്പെടുത്തി അത് മറ്റു കാരണങ്ങൾ കൊണ്ടാണ്, ഭൗതികമായ കാരണങ്ങൾ കൊണ്ടാണ് എന്ന ഒരു സങ്കല്പനത്തിലേക്ക്, ഒരു യുക്തിപരമായ സങ്കല്പനത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് നീങ്ങി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് ആധുനിക വൈദ്യലോകം അല്ലെങ്കിൽ ആധുനിക ലോകം അംഗീകരിക്കുന്നത്. ഈ ഗ്രീക്ക് മെഡിസിനും വളരെ സമാനമായി നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ചികിത്സയായ ആര്യവൈദ്യത്തിന് സമാനമായ അടിസ്ഥാന തത്വങ്ങളാണ് ഗ്രീക്ക് വൈദ്യം മുന്നോട്ട് വയ്ക്കുന്നത്. ഹ്യൂമറിസം, അതായത് നമ്മുടെ ത്രിദോഷ സിദ്ധാന്തത്തിന് സമാനമായിട്ടുള്ള സങ്കല്പനമാണത്. 4 ത്രിദോഷത്തിൽ നമ്മുടെ ആയുർവേദത്തിൽ
3 ദോഷങ്ങളാണെങ്കിൽ അഥവാ 3 ഹ്യൂമറുകളാണെങ്കിൽ ഗ്രീക്ക് വൈദ്യം 4 ഹ്യൂമറുകളാണ് മുന്നോട്ട് വച്ചിരുന്നത്. രക്തം, കഫം, മഞ്ഞപിത്തം, കറുപ്പ് പിത്തം. ഈ 4 ദ്രവങ്ങളുടെയും ബാലൻസിലുണ്ടാവുന്ന തകരാറാണ് സർവ രോഗങ്ങൾക്കും കാരണമെന്നും ഈ ദ്രവങ്ങളെ, ഈ ശരീരദ്രവങ്ങളെ സന്തുലന അവസ്ഥയിലാക്കിയാൽ നമുക്ക് ചികിത്സിച്ച് രോഗം ഭേദമാക്കാമെന്നും അവർ സിദ്ധാന്തിച്ചു. അങ്ങനെ ഇതിലെ മറ്റൊരു പ്രമുഖ വൈദ്യൻ ഗാലൻ ഓഫ് പെർഗമോണാണ്. അദ്ദേഹം ഗ്രീക്ക് വൈദ്യത്തിൻ്റെ രോഗകാരണങ്ങളെക്കുറിച്ചും രോഗലക്ഷണങ്ങളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും 500ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഈ ചിന്താഗതി, ഗ്രീക്ക് വൈദ്യത്തിൻ്റെ ആ തത്വചിന്തകൾ, പ്രാചീന വിശ്വാസങ്ങൾ ആധുനിക പാശ്ചാത്യ ലോകത്തെ 19-ാം നൂറ്റാണ്ട് വരെ സ്വാധീനിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ആ 19-ാം നൂറ്റാണ്ട് വരെ പാശ്ചാത്യ വൈദ്യം എന്നത് ഗ്രീക്ക് വൈദ്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗാലൻ ഓഫ് പെർഗമോണെ വൈദ്യശാസ്ത്രത്തിലെ ഏകാധിപതി, മെഡിക്കൽ ഡിക്റ്റേറ്റർ എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് അറബികൾ ഗ്രീക്ക് വൈദ്യം പഠിച്ച് അറേബ്യൻ കച്ചവടക്കാരെല്ലാം ഇന്ത്യയിൽ വന്നപ്പോൾ അവർ ഗ്രീക്ക് വൈദ്യം പഠിച്ച് ഇന്ത്യയിൽ വ്യാപിപ്പിച്ചതാണ് യൂനാനി എന്ന ചികിത്സാരീതി. ആ ഗ്രീക്ക് വൈദ്യവും ആയുർവേദവും അതുപോലുള്ള ചില അറേബ്യൻ ചികിത്സകളും എല്ലാം കൂടി ചേർന്ന ഒരു ചികിത്സാരീതിയാണ് യൂനാനി. അടിസ്ഥാനപരമായി ഗ്രീക്ക് വൈദ്യമായി യാതൊരു വ്യത്യാസവുമില്ല. എന്നാൽ ഇവിടെയുണ്ടായിരുന്ന മുസ്ലിം ഭരണാധികാരികൾ യൂനാനിയെ മതപരമായ കാരണങ്ങളാൽ അതിന് പ്രാമുഖ്യം കൊടുക്കുകയും അതിനെ വ്യാപിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ ഇന്ന് ഏറെ ആഘോഷിക്കുന്ന, മാറിയ രാഷ്ട്രീയ സാംസ്കാരിക സാഹചര്യത്തിൽ ഏറെ ആഘോഷിക്കുന്ന ചികിത്സാരീതിയാണ് ഭാരതീയ പാരമ്പര്യ ചികിത്സ അഥവാ ആയുർവേദം അഥവാ ആര്യവൈദ്യം. 1200 മുതൽ 300 BC വരെയുള്ള കാലഘട്ടത്തിലാണ് ഇതിൻ്റെ പിറവി. ആയുർവേദത്തിൻ്റെ യഥാർത്ഥ വേരുകൾ വേദങ്ങളിലാണ്. അതായത് പ്രധാനമായി യജുർവേദത്തിലാണ്. യജുർവേദം രോഗചികിത്സകൾക്കും ചൂതാട്ട വിജയത്തിനും കച്ചവട വിജയത്തിനും സ്ത്രീകളെ ആകർഷിക്കുന്നതിനുമെല്ലാമുള്ള മന്ത്രതന്ത്ര വിധികളും മന്ത്രോച്ചാരണങ്ങളും അതുപോലെ ചികിത്സയുടെ ഭാഗമായി ചില പച്ചിലകളും ചെടികളുടെ ഭാഗങ്ങളെല്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ 600 BC ചരകനും ശുശ്രുതനും വാഗ്ഭടനും ഈ ആയുർവേദത്തിൻ്റെ ചികിത്സാരീതികളെ ക്രോഡീകരിച്ച് ആയുർവേദത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായ ചരക സംഹിതയ്ക്കും ശുശ്രുത സംഹിതയ്ക്കും വാഗ്ഭടൻ ഏകോപിപ്പിച്ച അഷ്ടാംഗ ഹൃദയത്തിനും രൂപം കൊടുക്കുകയുണ്ടായി. വാഗ്ഭടൻ യഥാർത്ഥത്തിൽ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു ബുദ്ധ ഭിക്ഷുവായിരുന്നു. അങ്ങനെ ബുദ്ധമതത്തിൻ്റെയും ഹിന്ദുമതത്തിൻ്റെയും സ്വാധീനം ഒരുപോലെ ചേർന്നിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ഭാരതീയ പാരമ്പര്യ ചികിത്സയായിട്ടുള്ള ആര്യവൈദ്യം. അതിൻ്റെ അടിസ്ഥാനം ത്രിദോഷ സിദ്ധാന്തമാണ്. വാദം, പിത്തം, കഫം തുടങ്ങിയവ തമ്മിലുള്ള അസന്തുലനമാണ് രോഗകാരണമെന്നും അതിനെ സന്തുലനമാക്കിയാൽ രോഗം ഭേദപ്പെടുമെന്നതാണ് അതിൻ്റെ അടിസ്ഥാന തത്വം. സർവേഷ മേവ രോഗാണാം നിദാനം കുപിതാമല, സർവ്വരോഗങ്ങൾക്കും കാരണം ത്രിദോഷകോപമാണ് എന്നാണ് അതിൻ്റെ അടിസ്ഥാനം. ബാക്കിയൊരു കാരണമില്ല. വളരെ സിമ്പിളാണ് ആയുർവേദത്തിൽ രോഗകാരണങ്ങൾ. അതിൻ്റെ ചികിത്സയും വളരെ സിമ്പിളാണ്. എന്നാൽ ആയുർവേദം യഥാർത്ഥത്തിൽ ആര്യന്മാരുടെ ചികിത്സയാണ്, ദേവന്മാരുടെ ചികിത്സയാണ്. ദേവേന്ദ്രൻ ആത്രയാദികളെ പഠിപ്പിച്ച ദൈവീക ചികിത്സയാണ്. അത് സവർണൻ്റെ ചികിത്സയാണ്. എന്നാൽ ദക്ഷിണേന്ത്യയിൽ അവിടെ ദ്രാവിഡ സംസ്കാരമാണ്. അപ്പോൾ ദ്രാവിഡൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് വളർന്നു വന്ന ചികിത്സാരീതിയാണ് സിദ്ധവൈദ്യം എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ അതിൻ്റെ സങ്കല്പനം, അടിസ്ഥാന സങ്കല്പനങ്ങൾ ആയുർവേദത്തിന് സമാനമാണ്. പഞ്ചഭൂത പ്രപഞ്ച സങ്കല്പവും ത്രിദോഷ രോഗസങ്കല്പനവും തന്നെയാണ് സിദ്ധവൈദ്യത്തിൻ്റെയും അടിസ്ഥാനം. അതിൽ സിദ്ധവൈദ്യത്തിൽ കൂടുതൽ ഹെർബുകളും മിനറലുകളും ഹെവി മെറ്റൽസും കൂടുതലുണ്ട് എന്നൊരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മാത്രമല്ല ചികിത്സയ്ക്കും ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനും യോഗ പോലുള്ള അനുഷ്ഠാനങ്ങളും കൂടെ സിദ്ധവൈദ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മറ്റൊരു
പ്രാചീന ചികിത്സാ രീതിയാണ് ഇസ്ലാമിക് മെഡിസിൻ എന്ന് പറയുന്നത്. ഉമ്മർ ഖലീഫയുടെ കാലഘട്ടത്തിലാണ് അറേബ്യയിൽ ഇസ്ലാമിക് ചികിത്സ വളർന്നു വന്നിരിക്കുന്നത്. ഇന്ത്യ, പേർഷ്യൻ, ഗ്രീക്ക്, റോമൻ, ബൈസാൻറ്റിൻ മെഡിസിൻസിൻ്റെ എല്ലാം സങ്കലനമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. അതിലെ പ്രധാന ചികിത്സകൻ അവിസന്നയാണ്. അദ്ദേഹം 40 പുസ്തകങ്ങൾ രചിക്കുകയുണ്ടായി. പിന്നീട് അൽരാസി അതിൽ കുറേ യുക്തിപരമായ പുരോഗമനം കൊണ്ടുവന്നു. ഹ്യൂമറിസത്തെ അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. എങ്കിലും ഈ ചികിത്സാ രീതികളെല്ലാം വൈദ്യന്മാർ ആയിരുന്നത് പുരോഹിതരാണ്, മതപുരോഹിതർ തന്നെയാണ്, അല്ലെങ്കിൽ മന്ത്രവാദികളായിരുന്നു. ഹോമിയോപ്പതി അതിന് ശേഷമുണ്ടായിട്ടുള്ള 18-ാം നൂറ്റാണ്ടിൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ 1796-ൽ സാമുവൽ ഹാനിമാൻ എന്നൊരു പാശ്ചാത്യ വൈദ്യൻ, അതായത് പഴയ പ്രാചീന ഗ്രീക്ക് വൈദ്യൻ, അദ്ദേഹത്തിന് തോന്നിയ ഒരു വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവിയെടുത്ത ഒരു ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത്. അദ്ദേഹം ഓർഗനൻ ഓഫ് മെഡിസിൻ എന്ന പാശ്ചാത്യ ചികിത്സാ പുസ്തകത്തെ തർജ്ജമ ചെയ്യുമ്പോൾ അതിൽ മലമ്പനിക്ക് സിങ്കോണ എന്ന മരുന്ന് അന്ന് ഉപയോഗിച്ചിരുന്നു. അതിൽ നിന്നാണ് ക്വിനിൻ എന്ന ആധുനിക മലമ്പനി മരുന്ന് ഉണ്ടാക്കുന്നത്. അത് ഉപയോഗിച്ചിരുന്നു. അദ്ദേഹം ഈ മരുന്നുകളെ പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടും അതിൻ്റെ സ്വഭാവവിശേഷങ്ങളെക്കുറിച്ചും എല്ലാം തർജ്ജമ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് സിങ്കോണ വായിലിടുകയും അപ്പോൾ അതിൻ്റെ പാർശ്വഫലങ്ങളായി അദ്ദേഹത്തിന് വിറയലും അതുപോലെ പനി പോലുള്ള അവസ്ഥകളുമെല്ലാം ഉണ്ടാകുകയും ചെയ്തു. അതിൽ നിന്നും അദ്ദേഹത്തിന് തോന്നിയ ഒരു വെളിപാടാണ്, ഒരു രോഗത്തിൻ്റെ ചികിത്സയായിട്ടുള്ള പദാർത്ഥം രോഗമില്ലാത്ത അഥവാ ആരോഗ്യമുള്ളൊരു വ്യക്തി സേവിക്കുകയാണെങ്കിൽ ആ രോഗത്തിൻ്റെ ലക്ഷണം കാണിക്കുന്നു എങ്കിൽ ആ രോഗത്തിൻ്റെ ചികിത്സ ആ പദാർത്ഥമാണ്. അതിൽ നിന്നാണ് സിമിലിബസ് ക്യൂറൻഡർ, അഥവാ ലൈക്ക് ക്യൂവേഴ്സ് ലൈക്ക്, സമാനത്തിന് ചികിത്സ എന്ന സിദ്ധാന്തം അദ്ദേഹം വന്നത്. അപ്പോൾ പല രോഗങ്ങളും ഇതുപോലുള്ള പല വിഷപദാർത്ഥങ്ങളും ആവർത്തിച്ച് കഴിച്ചപ്പോൾ അതിൻ്റെ പാർശ്വഫലങ്ങൾ അദ്ദേഹത്തിൽ ഫീൽ ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് അദ്ദേഹം ഡൈല്യൂഷൻ ഇൻക്രീസസ് പൊട്ടൻസി എന്ന മറ്റൊരു തത്വം. ഇത് രണ്ടുമാണ് ഹോമിയോപ്പതിയുടെ അടിസ്ഥാന തത്വം. ആ ഡൈല്യൂഷൻ, ഇതിൻ്റെ പലതരം ആവർത്തനങ്ങൾ നടത്തി ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വാട്ടർ മെമ്മറിയും മോളിക്കുലർ മിമിക്രി എന്ന പ്രഭാവങ്ങളെല്ലാം അദ്ദേഹം ഭാവന ചെയ്ത് ഇതുകൊണ്ട് ആ രോഗം ഭേദമാവും, എത്ര നേർപ്പിക്കുന്നുവോ അത്രയേറെ ഇതിൻ്റെ ശക്തി കൂടും എന്നൊരു സിദ്ധാന്തം അദ്ദേഹം മുന്നോട്ട് വെച്ചു. അത് നമ്മുടെ സാമാന്യ ബുദ്ധിക്കോ ഇന്നുള്ള രസതന്ത്രത്തിനോ മറ്റെല്ലാ ശാസ്ത്രബോധത്തിനും നിരക്കാത്ത തനി മണ്ടത്തരമാണെന്ന് പറയാൻ നമുക്ക് സാമാന്യ ബുദ്ധി മാത്രം മതി. ഇതാണ് ഹോമിയോപ്പതിയുടെ അടിസ്ഥാനം. അദ്ദേഹം ഹോമിയോപ്പതി അല്ലാത്ത പ്രാചീന ഗ്രീക്ക് വൈദ്യത്തിനും പ്രാചീന പാശ്ചാത്യ വൈദ്യത്തിനും അദ്ദേഹം ഇട്ട പേരാണ് അലോപ്പതി എന്നത്. അത് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത് ഒരു തെറ്റാണ്. കാരണം അലോപ്പതി എന്ന് പറഞ്ഞാൽ അതേഴ്സ് സഫറിങ്സ് എന്നാണ്. അദ്ദേഹം കാരണം പാശ്ചാത്യ ഗ്രീക്ക് വൈദ്യം ഉപയോഗിച്ചപ്പോൾ പല രോഗികളും ചത്തൊടുങ്ങുന്നതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. കാരണം രക്തമോക്ഷമാണ് ആയുർവേദത്തിലെ ചികിത്സ പോലെ തന്നെ രക്തം കളയലാണ് പല രോഗങ്ങൾക്കും ചികിത്സയായിട്ട് പ്രാചീന ഗ്രീക്ക് വൈദ്യം മുന്നോട്ട് വെച്ചിരുന്നത്. നമ്മുടെ അമേരിക്കൻ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്ന ജോർജ് വാഷിങ്ടനെ ഈ ഗ്രീക്ക് വൈദ്യം മൂലം, രക്തമോക്ഷം മൂലമാണ് അദ്ദേഹത്തെ കൊന്നൊടുക്കിയിട്ടുള്ളത്. പ്രകൃതി ചികിത്സ, നാച്ചുറോപ്പതി സ്വയം സുഖപ്പെടുത്തലിനെ സഹായിക്കുന്ന ചികിത്സാ രീതിയാണ് എന്നാണ് അവകാശപ്പെടുന്നത്. അടിസ്ഥാനം ഇതിൻ്റെ വൈറ്റലിസമാണ്. ഫോക്ക് മെഡിസിനും മോഡേൺ മെഡിസിനും സർജറിയും വാക്സിൻ വിരുദ്ധതയും അതുപോലൊപ്പമുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങളുമാണ് പ്രകൃതി ചികിത്സയുടെ അടിസ്ഥാനം. അതിന് അക്രഡിറ്റേഷൻ ഇല്ല, സയൻറ്റിഫിക് ടെസ്റ്റിംഗ് ഇല്ല. അതിൻ്റെ വേരുകൾ 19-ാം നൂറ്റാണ്ടിലെ യൂറോപ്പിലെ നാച്ചുറൽ കെയർ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ്. നാച്ചുറോപ്പതി എന്ന വാക്ക് ജോൺ ഷീൽ എന്ന ഒരു വ്യക്തിയാണ് അത് കോയിൻ ചെയ്തത്. ആ പേര് ബെനഡിക്ട് ലെസ്റ്റ് എന്ന ഒരു അമേരിക്കൻ ചികിത്സകൻ ആ പേരിനെ വിലയ്ക്ക് വാങ്ങുകയും അദ്ദേഹം ഹൈഡ്രോതെറാപ്പി, സെബാസ്റ്റ്യൻ നീപ്പ് എന്ന ഒരു പാതിരിയുടെ ഹൈഡ്രോതെറാപ്പിയുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇദ്ദേഹമാണ് അമേരിക്കയിൽ നാച്ചുറോപ്പതിക്ക് അതിനുള്ള പ്രചരണം നൽകിയിട്ടുള്ളത്. ഇത് പലപ്പോഴും എല്ലാ കപട ചികിത്സകളെയും ഒരു അംബ്രല ഓർഗനൈസേഷനാണ്, അല്ലെങ്കിൽ ഒരേ കുടക്കഴിയിൽ എല്ലാ കപടശാസ്ത്രങ്ങളെയും ഒന്നിച്ചു കൊണ്ടുവരുന്ന ചികിത്സാ രീതിയായിട്ടാണ് പല രേഖകളിലും നാച്ചുറോപ്പതിയെ അവർ രേഖപ്പെടുത്തുന്നത്.
യോഗ പോലുള്ള നല്ല ശീലങ്ങൾ ചെയ്യണം. ജലചികിത്സ, സൂര്യചികിത്സ, മണ്ണ് ചികിത്സ, ആവി ചികിത്സ, ഉപവാസം, വ്യായാമം, മെഡിറ്റേഷൻ, ഇതെല്ലാമാണ് ചികിത്സാ രീതികളായിട്ടുള്ളത്. അതുപോലെ പഞ്ചബോധ ഉപാസനയാണ് പ്രകൃതി ചികിത്സയുടെ മറ്റൊരു പ്രധാന ചികിത്സാ രീതിയായിട്ട് പറയുന്നത്. മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന ഒരു ബയോ എനർജി, ആ എനർജിയുടെ തകരാറ് കൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ മതാചാരങ്ങളെയും ഉപവാസങ്ങൾ പോലുള്ള മതാചാരങ്ങളെയും മതാനുഷ്ഠാനങ്ങളെയും എല്ലാം ചികിത്സയുടെ ഭാഗമായി സമയം അവസാനിച്ചിരിക്കുന്നു. ഡോക്ടർ കെ.പി. മോഹൻ്റെ സമയം അവസാനിച്ചിരിക്കുന്നു. ഓക്കെ, സമയം അതിക്രമിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു, നന്ദി.